Hi everyone, I'm Alan and welcome to the series of Auditing. And ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക CA ഇന്ററിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്സിൻ്റെ ഡിസ്കഷൻ ആയിരിക്കും. ആൻഡ് ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് അവർ ചാപ്റ്റർ 1 നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും. സോ വി ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ ടോപ്പിക്. സോ ഈ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക the definition of auditing, then the objective of auditing, the scope of auditing and the principal aspects of auditing. ഇത്രയും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ സെഗ്മെന്റിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഡെഫിനിഷൻ ഓഡിറ്റിംഗ്. എന്താണ് ഓഡിറ്റിംഗ് എന്നുള്ള ടേമിനെ കൊണ്ട് മീനിങ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. An auditing is an independent examination of the financial statements of an entity, whether the profit oriented or not, and irrespective of its size or legal form, whether such an examination is conducted with a view to expressing an opinion thereon. So, auditing എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എൻ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ എൻറ്റിറ്റി പ്രോഫിറ്റ് മോട്ടീവിന് വേണ്ടിയിട്ട് റൺ ചെയ്യുന്നതാണോ അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ എൻറ്റിറ്റിയുടെ സൈസ് കൺസിഡർ ചെയ്യുന്നില്ല, നേച്ചർ കൺസിഡർ ചെയ്യുന്നില്ല, ആ എൻറ്റിറ്റി ഒരു ലീഗൽ ഫോമുള്ള എൻറ്റിറ്റി ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ലെറ്റ് ഇറ്റ് ബി ആൻ എൻറ്റിറ്റി. ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷനെയാണ് ഓഡിറ്റിംഗ് എന്ന് വിളിക്കുക. വൺസ് അഗെയിൻ, ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷനെയാണ് ഓഡിറ്റിംഗ് എന്ന് വിളിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്തിട്ട് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്, whether it is prepared in accordance with financial reporting framework എന്നെല്ലാം നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് വിളിക്കുക. വെൽ, ബിഫോർ ഡിസ്കസിങ് ഫർദർ അബൌട്ട് ഓഡിറ്റിംഗ്, എന്താണ് നമ്മളൊരു അക്കൗണ്ട്സിൻ്റെ അകത്ത് യൂഷ്വലി ചെയ്യാറുള്ള ട്രാൻസാക്ഷൻസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആസ് എൻ അക്കൗണ്ടന്റ്, നമ്മളിപ്പം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we know the fact that there will be a set of transactions to record. Say for example, ഇപ്പോൾ കമ്പനിക്ക് ഒരു സെയിൽസ് നടന്നു. കമ്പനി ഒരു സെയിൽസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമ്പനി വിൽ പ്രൊവൈഡ് എ സെയിൽസ് ഇൻവോയ്സ്. ആൻഡ് ഈ സെയിൽസ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളത് നമ്മുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യമേ ഈ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ അകത്തുള്ള ഫിഗേഴ്സും ഡേറ്റയും യൂസ് ചെയ്ത് വി വിൽ റെക്കോർഡ് ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ വിത്തിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ആൻഡ് ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആൻഡ് ഈ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഒരു ഓഡിറ്ററിന്റെ കയ്യിൽ കിട്ടുന്നത്. ആൻഡ് ഈ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ഓഡിറ്ററിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോ ദ പേഴ്സൺ കണ്ടക്ടിങ് ദിസ് ടാസ്ക് ഷുഡ് ടേക്ക് കെയർ ടു എൻഷുർ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വുഡ് നോട്ട് മിസ്ലീഡ് എനിബഡി. സോ ആരാണ് ഓഡിറ്റിംഗ് ചെയ്യുന്നത്, ആ പർട്ടിക്കുലർ പേഴ്സൺ എൻഷുർ ചെയ്യേണ്ടത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആര് യൂസ് ചെയ്താലും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവരെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ആൻഡ് എങ്ങനെയൊക്കെയാണ് അവരെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല എന്ന് എൻഷുർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can look at these points. But before that, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു അക്കൗണ്ടന്റിന്റെ റോൾ എന്തായിരുന്നോ ആ റോൾ നേരെ തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഓഡിറ്റേഴ്സ് റോൾ. ആസ് എൻ അക്കൗണ്ടന്റ്, ഓൺ ദ ബേസിസ് ഓഫ് ദി ട്രാൻസാക്ഷൻ ദാറ്റ് ഒക്കേർഡ്, ആ സെയിൽസ് ഇൻവോയ്സ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെന്റിന്റെ ബേസിസിൽ അക്കൗണ്ടന്റ് എന്ത് ചെയ്യും? He will prepare the books of accounts, and on the basis of the books of accounts, he will prepare the financial statements. So, as an auditor, നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ബേസിസിലാണ് നോക്കുക. ആൻഡ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ്, സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസിന്റെ ബേസിസിലാണ് നോക്കുക. വിച്ച് മീൻസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ ബേസിസിലാണ് നോക്കുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ സെയിൽസ് ഇൻവോയ്സ്. സോ അതാണ് ഫസ്റ്റ് 2 പോയിന്റ്സ്. നോക്കി, the accounts have been drawn with reference to entries in the books of account. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ എൻട്രീസിന്റെ ബേസിസിലാണ് നോക്കണം. ദി എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ആഡിക്വറ്റ്ലി സപ്പോർട്ടഡ് ബൈ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അകത്തുള്ള എൻട്രീസ് സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, വി നോ ദ ഫാക്ട് ദാറ്റ് 10 സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ 10 സെയിലും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ആയിട്ടുണ്ടാവണം. ഹൗവർ 10 സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് 11 സെയിലാക്കി കാണിക്കാനും പാടില്ല. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് പോയിന്റ്. None of the entries in the books of accounts have been omitted in the process of compilation, and nothing which is not in the books of accounts have been found in the place in the financial statements.
ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് ആ ട്രാൻസാക്ഷൻ മാത്രമേ FSനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഏതൊക്കെയാണ് ഇല്ലാത്തത് അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടും ഉണ്ടാവാൻ പാടില്ല. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ക്ലിയറും അൺഅംബിഗ്യൂസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആൻഡ് അൺഅംബിഗ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? Unambiguous means it should not be open to multiple interpretation. ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആയിരിക്കരുത്. Which means the data that we have included within the financial statement should be clear and straightforward. Then next നമ്മൾ പറയാണ് the financial statement must be properly classified, described and disclosed in accordance with accounting standards. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം എങ്ങനെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ആൻഡ് ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരം തന്നെയായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഇൻവെന്ററി ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ വി നോ ആസ് പെർ AS2 ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. സോ ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ NRV തന്നെയാണോ റെക്കോർഡ് ചെയ്തേക്കുന്നത് എൻഷുർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് വെരി ഫൈനലി സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് മസ്റ്റ് പ്രസന്റ് എ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ. സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഒരു ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ആയിരിക്കണം യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്യാന്നുള്ളതാണ് ആസ് ആൻ ഓഡിറ്റർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. സോ വൺസ് അഗെയിൻ എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്ലീഡ് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യാൻ പറ്റുക, മിസ്ലീഡ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ബേസിസിലാണെന്ന് എൻഷുർ ചെയ്യുക. പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തേക്കുന്ന ആഡിക്വേറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ ബേസിസിലാണെന്ന് എൻഷുർ ചെയ്യുക. ദെൻ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണോ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൺ ഓഫ് ദി ട്രാൻസാക്ഷൻസ് ആർ omitted and none of the transactions are included unwantedly എന്നുള്ള കാര്യം കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരു ക്ലിയർ ആൻഡ് അൺഅംബിഗ്യൂസ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മസ്റ്റ് കൺഫേം വിത്ത് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് വെരി ഫൈനലി സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഷുഡ് പ്രൊവൈഡ് എ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ഇറ്റ്സ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് SA 200 overall objectives of an independent auditor. And overall objectives of an auditor എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് സമ്മറി ആയിട്ട് പ്രൊവൈഡ് ചെയ്തേക്കുന്നതാണ് ഇത്. ആൻഡ് വൺസ് ആഫ്റ്റർ ലേണിംഗ് ദ സമ്മറി വി വിൽ ഗോ ഡയറക്ട്ലി ടു ദ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ആദ്യമേയുള്ള ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടു ഒബ്റ്റെയിൻ എ റീസണബിൾ അഷുറൻസ് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു റീസണബിൾ അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഓഡിറ്ററിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. റീസണബിൾ അഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ബട്ട് നോട്ട് ആൻ അബ്സല്യൂട്ട് അഷുറൻസ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് എന്ന് 100% ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരിക്കലും ഒരു ഓഡിറ്റർക്ക് സാധിക്കത്തില്ല. ബിക്കോസ് വി ആർ പെർഫോമിംഗ് ഈച്ച് ടെസ്റ്റിംഗ് ഓൺ എ സാമ്പിൾ ബേസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു സാമ്പിളിംഗ് ബേസിസിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൺ ദ ബേസിസ് ഓഫ് ദ സാമ്പിൾസ് വി ഹാവ് കളക്റ്റഡ് and on the basis of the procedures that we have performed on these samples, we are providing a reasonable assurance on the financial statements. Adana nammada first objective. Then next one, to ensure that the financial statements as a whole are free from material misstatement. Financial statements as a whole material misstatements ഒന്നും include ചെയ്തിട്ടില്ല എന്ന് ensure ചെയ്യാന്നുള്ളതാണ് as an auditor നമ്മുടെ second objective. Material misstatements എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂസറിനെ അഫക്റ്റ് ചെയ്യാൻ, ഒരു യൂസർ എടുക്കുന്ന ഡിസിഷനെ അഫക്റ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പെർട്ടിക്കുലർ മിസ്റ്റേറ്റ്മെന്റ്സ്, ഒരു തെറ്റിനെയാണ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റും ഇല്ല എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററിന്റെ സെക്കൻഡ് ഒബ്ജക്റ്റീവ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ടു റിപ്പോർട്ട് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കണം. റിപ്പോർട്ട് ഈസ് നത്തിങ് ബട്ട് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. എന്താണ് നമ്മുടെ ഒപ്പീനിയൻ എന്നുള്ള കാര്യം നമ്മൾ ഒരു റിപ്പോർട്ട് ത്രൂ എക്സ്പ്രസ് ചെയ്യണം. ആൻഡ് വെരി ഫൈനലി ടു കമ്മ്യൂണിക്കേറ്റ് ആസ് റിക്വയർഡ് ബൈ ദ SA. എങ്ങനെയാണോ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഓഡിറ്ററിനോട് നടത്തണമെന്ന് പറഞ്ഞേക്കുന്നത്, വോട്ട് ഹി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ മാനേജ്മെന്റ്, ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് ആൻഡ് ടു ദ റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററിന്റെ ഒബ്ജക്റ്റീവ്. സോ ഈ 4 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, he need to provide a reasonable assurance on the financial statements. Then next one, he need to ensure that the financial statements are free from material misstatement. Then the very next one, to report on the financial statement. And finally, to communicate in accordance with standards on auditing. ഈ സെയിം കാര്യം തന്നെയാണ് SA 200 അകത്ത് പറഞ്ഞേക്കുന്നത്. Overall objectives of an auditor are to obtain reasonable assurance whether the financial statements as a whole are free from material misstatement, to report on the financial statements and to communicate as required by the SA in accordance with auditor's finding. And this is the objective of audit in accordance with
ISA 200. Next, it's about the scope of auditing. എന്താണ് ഓഡിറ്റിങ്ങിന്റെ സ്കോപ്പ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ഓഡിറ്റിംഗ് കവർ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ അകത്ത് കവർ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞേക്കുന്ന ഓരോ പോയിന്റ്സുമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, the audit should be organized to cover adequately all aspects of the enterprise relevant to the financial statements being audited. നമ്മുടെ പെർട്ടിക്കുലർ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റെലവെന്റ് ആയിട്ട് ആ എൻറ്റിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ആസ്പെക്ട്സ് ഉണ്ടോ, ആ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓഡിറ്റിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്, ആ ഇൻഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സും സോഴ്സ് ഡേറ്റയും റിലയബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റണം. ആൻഡ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സും സോഴ്സ് ഡേറ്റയും റിലയബിൾ ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ പോയിന്റ് നമ്പർ 4 ആഫ്റ്റർ സ്കിപ്പിംഗ് ദ പോയിന്റ് നമ്പർ 3. സോ പോയിന്റ് നമ്പർ 4 പ്രകാരം രണ്ട് കാര്യങ്ങളാണ് അണ്ടർലൈങ് റെക്കോർഡ്സ് റിലയബിൾ ആണെന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ആ എൻറ്റിറ്റിയുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ചും കൂടുതൽ ഇവാലുവേഷനും സ്റ്റഡിയും നടത്താം. ബിക്കോസ് നമ്മുടെ അസംഷൻ ഇതാണ്, ഇൻ കേസ് ഇഫ് ആൻ എൻറ്റിറ്റി ഈസ് ഹാവിംഗ് എ സ്ട്രോങ് അക്കൗണ്ടിങ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ഓട്ടോമാറ്റിക്കലി the evidences or the supporting documents that is provided by the entity will be more reliable. അതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത്. Then next, carrying out other test. നമുക്ക് ഇതിന് പുറമെ വേറെ എന്തൊക്കെ ടെസ്റ്റ് ആണ് ചെയ്യാൻ പറ്റുന്നത്, ആ ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കാം. ദാറ്റ് വി ക്യാൻ ഗോ ഫോർ വെരിഫിക്കേഷൻ ഓഫ് സം ഡോക്യുമെന്റ്സ്, ഇൻസ്പെക്ഷൻസ് നടത്താം നമുക്ക് ബുക്സിന്റെ. അതുപോലെ തന്നെ വി ക്യാൻ ഗോ ഫോർ സം കൈൻഡ് ഓഫ് എൻക്വയറീസ് വിത്ത് ദ മാനേജ്മെന്റ് ഓർ സം കൈൻഡ് ഓഫ് എൻക്വയറീസ് വിത്ത് ദ തേർഡ് പാർട്ടീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് കൺഫർമേഷൻ വായിക്കാൻ തേർഡ് പാർട്ടിയുടെ കയ്യിൽ. അങ്ങനെ അതർ ടെസ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ആ അതർ ടെസ്റ്റ് പെർഫോം ചെയ്യാം. സോ ഈ രണ്ട് രീതിയിലാണ് അക്കൗണ്ടിംഗ് ഡേറ്റ അല്ലെങ്കിൽ അണ്ടർലൈങ് ഡോക്യുമെന്റ്സ് റിലയബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുക. Then going back to the third point, the auditor should decide whether relevant information is properly disclosed in the financial statements. ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റെലവെന്റ് ഇൻഫർമേഷൻ ആണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ആ റെലവെന്റ് ഇൻഫർമേഷൻസ് എല്ലാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. ആൻഡ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ പോയിന്റ് നമ്പർ 5. Comparing the financial statements with the underlying accounting records and other source data. അതായത് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അത് റെക്കോർഡ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും, ഡിസ്ക്ലോസ് ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടർലൈങ് റെക്കോർഡ്സും അതുപോലെ തന്നെ അതർ സോഴ്സ് ഡേറ്റയായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട്. ദെൻ നെക്സ്റ്റ് വൺ, കൺസിഡറിംഗ് ദ ജഡ്ജ്മെന്റ്സ് ദാറ്റ് ദ മാനേജ്മെന്റ് ഹാസ് മെയ്ഡ് ഇൻ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാനേജ്മെന്റ്സ് എന്തൊക്കെ ജഡ്ജ്മെന്റ്സ് ആണോ എടുത്തത്, ആ ജഡ്ജ്മെന്റ്സിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും പ്രോപ്പർലി എഫ്എസിന്റെ അകത്ത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അറ്റ് ദി സെയിം ടൈം മാനേജ്മെന്റ് എന്തൊക്കെ അക്കൗണ്ടിംഗ് പോളിസീസ് ആണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്, ആ മാനേജ്മെന്റ് ഓപ്റ്റ് ചെയ്തേക്കുന്ന ഓരോ അക്കൗണ്ടിംഗ് പോളിസീസും പ്രോപ്പർലി ആണോ ഡിസ്ക്ലോസ് ചെയ്തേക്കുന്നുള്ള കാര്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് രണ്ടും ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെലവെന്റ് ആയിട്ടുള്ള എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുക്കേണ്ടത്, ആ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഫൈൻ. ദെൻ നെക്സ്റ്റ്, അടുത്ത സ്കോപ്പിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, the auditor is not expected to perform duties which fall outside the scope of his competence. ഓഡിറ്ററിന്റെ കോമ്പീറ്റൻസിന് പുറമേയുള്ള ഒരു കാര്യം പോലും ആസ് ആൻ ഓഡിറ്റർ നമ്മൾ പെർഫോം ചെയ്യാൻ പാടില്ല. സേ ഫോർ എക്സാമ്പിൾ, എന്റെ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ മൈ നോളേജ്, മൈ എക്സ്പീരിയൻസ് ആൻഡ് മൈ സ്കിൽസ്. സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു വാലുവേഷൻ നടത്താൻ പോവാണ്. ഒരു ഗോൾഡിന്റെ വാലുവേഷൻ, ഒരു കമ്പനിയുടെ ഇൻവെന്ററി ആണ് ഗോൾഡ്, അല്ല കമ്പനിയുടെ ഗോൾഡിന്റെ വാലുവേഷൻ നടത്താനായിട്ട് ആസ് ആൻ ഓഡിറ്റർ എനിക്ക് അതിന്റെ കോമ്പീറ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഷുഡ് നോട്ട് ക്യാരി ഔട്ട് ദാറ്റ് വർക്ക് ആൻഡ് ഐ മസ്റ്റ് യൂസ് ദ വർക്ക് ഓഫ് ആൻ എക്സ്പേർട്ട്. ഒരു ഓഡിറ്റേഴ്സ് എക്സ്പേർട്ടിനെ വിളിച്ചിട്ട് വേണം നമ്മൾ വാലുവേഷൻ നടത്താൻ. അതുകൊണ്ടാണ് നമ്മൾ പറയാം ഓഡിറ്ററിന്റെ കോമ്പീറ്റൻസിന് പുറമേയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ ഓഡിറ്റർ പെർഫോം ചെയ്യാൻ പാടില്ല. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, constraints on the scope of audit of financial statement that impair the auditor's ability to express an unqualified opinion on the financial statement should be set out in the report. In case എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഓഡിറ്ററിന്റെ സ്കോപ്പിന്റെ അകത്തൊരു ലിമിറ്റേഷൻ വരികയാണ്, വിച്ച് മീൻസ് കൺസ്ട്രെയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും കൈൻഡ് ഓഫ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് തടസ്സംസ് വരുവാണ്. അങ്ങനെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണ്, ഓഡിറ്റർക്ക് അതുവഴി ഒരു അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്ന് പറയാൻ പാടില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്
ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, വിച്ച് മീൻസ് ഹി നീഡ് ടു പ്രൊവൈഡ് ഈദർ ആൻ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഓർ എ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. സോ ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിൻ്റെ അത് പറയാം. സോ ഒരിക്കലും പറയാം, സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എൻറ്റിറ്റിക്കകത്തുള്ളത് ആ എല്ലാ ആസ്പെക്ട്സും കൺസിഡർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് റിലയബിൾ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് റെക്കോർഡ്സിന്റെയും അതർ സോഴ്സ് ഡേറ്റയുടെ ബേസിസിലാണ് നമ്മൾ എൻഷുർ ചെയ്യണം. ആൻഡ് അത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ഓഫ് ഓൾ എൻറ്റിറ്റിയുടെ അക്കൗണ്ടിംഗ് സിസ്റ്റവും ഇന്റേണൽ കൺട്രോൾ സിസ്റ്റവും നമുക്ക് ചെക്ക് ചെയ്യാം. ബിക്കോസ് ഇത് രണ്ടും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻ റിലയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ സോഴ്സ് ഡേറ്റ റിലയബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഇൻ അഡീഷൻ ടു ദിസ് നമുക്ക് മറ്റെന്ത് തരത്തിലുള്ള പ്രൊസീജിയർ വേണമെങ്കിലും പെർഫോം ചെയ്യാം. ദെൻ തേർഡ് പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എന്തൊക്കെ ഡിസ്ക്ലോഷേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ആ ഡിസ്ക്ലോഷേഴ്സ് എല്ലാം റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യണം. അത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള ഡിസ്ക്ലോഷേഴ്സ് നമുക്ക് സോഴ്സ് ഡേറ്റയും അണ്ടർലൈങ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ജഡ്ജ്മെന്റ്സ് ആണ് എടുത്തത് ഓരോ ജഡ്ജ്മെന്റ്സും കൺസിഡർ ചെയ്യാം. പ്ലസ് എന്തൊക്കെ അക്കൗണ്ടിംഗ് പോളിസീസ് ആണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത് അതും പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് ഓഡിറ്റർ അയാളുടെ സ്കോപ്പിന് പുറമേയുള്ള ഒരു കാര്യം പെർഫോം ചെയ്യാൻ പാടില്ല. ആൻഡ് അയാൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ കോമ്പിറ്റൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് യൂസ് ദ വർക്ക് ഓഫ് ആൻ എക്സ്പേർട്ട്. ഫൈനലി നമ്മൾ പറഞ്ഞു ഓഡിറ്ററിന്റെ സ്കോപ്പിന്റെ അകത്ത് എന്തെങ്കിലും ലിമിറ്റേഷൻ വരികയാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഇൻ കേസ് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഒരു അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് പ്രൊവൈഡ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഓർ എ ഡിസ്ക്ലോമർ ഓഫ് ഒപ്പീനിയൻ. സോ ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ് ഓഫ് ഓഡിറ്റിന്റെ അകത്ത് കവർ ആവുന്നത്. So and finally it is about the aspects to be covered in an audit. Aspects to be covered in an audit എന്ന് പറയുന്ന area, it is one of the most important area from this session because already May 2018 എക്സാമിന് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഏരിയ ആണിത്. ആൻഡ് ഇറ്റ് വാസ് എ 5 mark question. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് പ്രിൻസിപ്പൽ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ള കാര്യമാണ്. സോ ഓഡിറ്റിന്റെ അകത്ത് കവർ ചെയ്യുന്ന ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. സോ വെൽ ദ ഫസ്റ്റ് വൺ, an examination of the system of accounting and internal control. അക്കൗണ്ടിംഗ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എൻറ്റിറ്റിയുടെ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പർലി എക്സാമിൻ ചെയ്യണം. ആൻഡ് എക്സാമിൻ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ, റിവ്യൂയിങ് ദ സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ. നമ്മുടെ എൻറ്റിറ്റിയുടെ സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ റിവ്യൂ ചെയ്യണം. അത് പ്രോപ്പർലി റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള എന്തെങ്കിലും വീക്ക്നെസ് കാരണം കൊണ്ട് എൻറ്റിറ്റിയിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യം. ദെൻ നെക്സ്റ്റ്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ബേസിക്കലി വി ക്യാൻ പെർഫോം ഇറ്റ് ബൈ റീകാൽക്കുലേഷൻ ആൻഡ് റീപെർഫോമൻസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാണ് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഓരോന്നും എത്രത്തോളം ഒതന്റിക് ആണ്, അറ്റ് ദ സെയിം ടൈം അത് എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ട്രാൻസാക്ഷൻസ് ഓരോന്നും എത്രത്തോളം ഒതന്റിക് ആണ് അല്ലെങ്കിൽ വാലിഡ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ മാച്ച് ഇറ്റ് വിത്ത് ദ അണ്ടർലൈങ് ട്രാൻസാക്ഷൻസ് ഓർ വിത്ത് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്. സോ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വാലിഡ് ആണോ എന്നുള്ള കാര്യം. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കണം റവന്യൂ ക്യാപിറ്റൽ ഡിസ്റ്റിങ്ഷൻ പ്രോപ്പർലി നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതായത് ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ദെൻ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നത് നമ്മൾ പ്രോപ്പർലി ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, കമ്പാരിസൺ ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ദ സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് ദ അണ്ടർലൈങ് റെക്കോർഡ്സ്. അണ്ടർലൈങ് റെക്കോർഡ്സിന്റെ ബേസിസിലാണോ നമ്മുടെ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തേക്കുന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് വൺ, ഓരോ അസറ്റ്സും നമ്മുടെ എൻറ്റിറ്റി ഓൺ ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ എൻറ്റിറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തേക്കുന്നത് ആ ഓരോ അസറ്റ്സിന്റെയും ടൈറ്റില്, എക്സിസ്റ്റൻസ്, വാല്യൂ കറക്റ്റ് ആണെന്ന് നോക്കുക. സോ ടൈറ്റിൽ മീൻസ് ഓണർഷിപ്പ് ഓഫ് ദി അസറ്റ്, ശരിക്കും കമ്പനിക്ക് തന്നെ ഓണർഷിപ്പ് ഉള്ള അസറ്റ് ആണെന്ന് നോക്കുക. ദെൻ ഈ അസറ്റ് ആക്ച്വലി എക്സിസ്റ്റിംഗ് ആണെന്ന് നോക്കുക. ബിക്കോസ് വി നോ ദ ഫാക്ട് ദാറ്റ് only those assets that exist at the end of the year can be included within the financial statements. And finally ഈ അസറ്റ്സിന്റെ വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. Then next one, verification of the liabilities stated in the balance sheet. ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലൈബിലിറ്റീസ് ഓരോന്നും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ വെരിഫൈ ചെയ്യണം. Then checking the result shown by the profit or loss and to see whether the results shown are true and fair. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അകത്ത് കാണിച്ചേക്കുന്ന റിസൾട്ട്, ഇൻ കേസ് ഇഫ് കമ്പനി ഹാവ് ഏൺഡ് എ പ്രോഫിറ്റ് ഓർ ഇൻകേർഡ് ലോസസ്, ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഫിഗർ ആണെന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യണം. ദെൻ
where the audit is of a corporate body confirming that statutory requirements have been complied with. In case നമ്മൾ audit perform ചെയ്യുന്ന entity എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്, വിച്ച് മീൻസ് ഇൻ കേസ് ഇഫ് ഇറ്റ്സ് എ രജിസ്റ്റേർഡ് കമ്പനി അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഫോളോ ചെയ്യാനുള്ളത്, ലോസ് ആൻഡ് റെഗുലേഷൻസ് അതിന് എന്തൊക്കെയാണ് ഫോളോ ചെയ്യാനുള്ളത്, അതും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് വെരി ഫൈനലി റിപ്പോർട്ടിംഗ് ടു അപ്രോപ്രിയേറ്റ് പേഴ്സൺ ഓർ ബോഡി. നമ്മൾ ഏത് പേഴ്സൺസിനാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബോഡിക്കാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആ പെർട്ടിക്കുലർ റിപ്പോർട്ടിംഗ് നമ്മൾ പ്രോപ്പർലി ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടാവണം, വിച്ച് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ള കാര്യം നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സോ ഇത്രയാണ് നമ്മൾ കവർ ചെയ്യേണ്ട പ്രിൻസിപ്പൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. സോ വൺസ് അഗൈൻ വി വിൽ റിവൈസ് ദ സെയിം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാണ് പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് ഇന്റർണൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടെന്നുള്ള കാര്യം എക്സാമിൻ ചെയ്യണം. ആൻഡ് ഈ സിസ്റ്റം അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിനകത്തുള്ള ഫെയിലിയർ കാരണം കൊണ്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ എറർ ഉണ്ടാവും എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അരിത്തമെറ്റിക്കൽ ആക്യുറസി ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ എത്രത്തോളം എന്നുള്ള കാര്യം കൺഫേം ചെയ്യുക. ദെൻ ട്രാൻസാക്ഷൻസ് എത്രത്തോളം വാലിഡ് ആണ്, ഒതന്റിക് ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ദെൻ പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ബേസിസ് തന്നെയാണോ, പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ അകത്ത് റവന്യൂ ക്യാപിറ്റൽ ഡിസ്റ്റിങ്ഷൻ പ്രോപ്പർലി നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കുക. ദെൻ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അണ്ടർലൈങ് റെക്കോർഡ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ വാല്യൂ, എക്സിസ്റ്റൻസ്, ടൈറ്റിൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യണം. ദെൻ ലൈബിലിറ്റീസ് ഓരോന്നും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമ്മൾ വെരിഫൈ ചെയ്യണം. കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഫിഗേഴ്സ് കറക്റ്റ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ദെൻ ഇൻ കേസ് അതൊരു കോർപ്പറേറ്റ് ബോഡി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി അതിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ഓരോന്നും കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് ഫൈനലി ഏത് അപ്രോപ്രിയേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ബോഡിക്കാണ് അടുത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവിടെ പ്രോപ്പർലി നമ്മൾ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർനെസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ട്രൂത്ത് ആൻഡ് ഫെയർനെസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദീസ് ആർ ദ ആസ്പെക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്. Fine. So these are the topic for this session. So in case ഈ ഒരു പെർട്ടിക്കുലർ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റിക്വസ്റ്റ് ദാറ്റ് വൺ ഇൻ ദ കമന്റ് സെഷൻ ബിലോ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അടുത്ത ടോപ്പിക് ഏതാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ബേസ്ഡ് ഓൺ യുവർ പ്രിഫറൻസ്. സോ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണോ ഉള്ളത് ആ പ്രിഫറൻസ് നിങ്ങൾക്ക് കമന്റ് സെഷനിൽ ആഡ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യാൻ നോക്കുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ ബെനിഫിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സോ താങ്ക് യു സോ മച്ച്.